Welcome to the Next Step YouTube channel. 10th +2 ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള കരിയർ ഗൈഡൻസ് എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം. കൂടുതൽ കരിയർ ഗൈഡൻസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നാം CUET PGയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. CUET PGയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, എലിജിബിലിറ്റി, എക്സാം പാറ്റേൺ, ഫീസ്, സിലബസ്, എക്സാം സിറ്റീസ്, യൂണിവേഴ്സിറ്റീസ്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം വളരെ സിമ്പിളായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ആദ്യമായി എന്താണ് CUET PG? CUET PG എന്ന് പറയുന്നത് ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ എക്സാം നടത്തുന്നത്. ഈ എക്സാമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ എൻട്രൻസ് എക്സാം ഉപയോഗിച്ച് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെ തന്നെ ഈ ടെസ്റ്റ് കൺസിഡർ ചെയ്യുന്ന മറ്റ് സ്റ്റേറ്റ് അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ PG കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അതുപോലെ തന്നെ ഈ സ്കോർ കൺസിഡർ ചെയ്യുന്ന മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതേണ്ട ഒരു എക്സാം ആണ് ഇത്. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. മൾട്ടിപ്പിൾ എൻട്രൻസ് ആയിരുന്നു മുൻപുണ്ടായിരുന്നത്, അത് ഇപ്പോൾ ഒരു സിംഗിൾ എക്സാം ആയിട്ട് മാറ്റിയിട്ടുള്ളതാണ്. എന്താണ് ഇത് എഴുതാനുള്ള എലിജിബിലിറ്റി എന്നുള്ളതാണ്. എലിജിബിലിറ്റി വളരെ സിമ്പിൾ ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ഇതിൻ്റെ എലിജിബിലിറ്റി. അല്ലെങ്കിൽ 2026 ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന ആളുകൾക്കും ഈ എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. അവർക്കും ഈ എക്സാമിന് എഴുതാൻ എലിജിബിൾ ആണ്. ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല, ബട്ട് ചില യൂണിവേഴ്സിറ്റികളിൽ ചില ഏജ് റൂൾസ് ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുടെ ഏജ് റൂൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളത് നോക്കാം. CUET PG 2026 എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇതിന്റെ ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ് വരിക. 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഈ 75 ക്വസ്റ്റ്യൻസിൽ ഓരോ റൈറ്റ് ആൻസേഴ്സിനും കറക്റ്റ് ആൻസേഴ്സിനും 4 മാർക്ക് കിട്ടും. ഓരോ റോങ് ആൻസേഴ്സിനും -1 ആയിരിക്കും ഉണ്ടായിരിക്കുക. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ സ്കോർ നെഗറ്റീവ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലുമാണ് അധിക പേപ്പറുകളും ഉണ്ടായിരിക്കുക. ചില ലാംഗ്വേജ് സ്പെസിഫിക് പേപ്പേഴ്സ് ആ പെർട്ടിക്കുലർ ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനി CUET PGയിലെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രോഗ്രാംസ്, ഈ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്സ് വിത്ത് പ്രോഗ്രാംസ് ആണ് ഈ കാണുന്നത്. ഇപ്പം ഇതിൽ എല്ലാ പ്രോഗ്രാമുകളും ഉണ്ട്. അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്, അതുപോലെ അപ്ലൈഡ് ജിയോഗ്രഫി ഉണ്ട്, BEd, MEd, ഇൻ്റഗ്രേറ്റഡ് BEd തുടങ്ങിയ കാര്യങ്ങളുണ്ട്. BEd ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് ഉണ്ട്. അങ്ങനെ BEd തന്നെ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികളിലുള്ള BEd കോഴ്സുകളുണ്ട്. പിന്നെ കൊമേഴ്സ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെ ഡിസാസ്റ്റർ സ്റ്റഡീസ്, എക്കണോമിക്സ്, ജനറൽ മാനേജ്മെൻറ്റ്, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, LLM, MA എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത് തുടങ്ങിയ കോഴ്സുകളുണ്ട്. അതുപോലെ ലാംഗ്വേജസ് ഉണ്ട്, ലാംഗ്വേജ് പ്രോഗ്രാംസ് ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, സാൻസ്ക്രിറ്റിലോ, ലിംഗ്വിസ്റ്റിക്സ്, അറബിക്സ്, അസാമീസ്, ബംഗാളീസ്, ഭുട്ടിയ, ചൈനീസ്, ഫ്രഞ്ച്, ഗാരോ, ജർമ്മൻ, ഗുജറാത്തി, ഹിസ്പാനിക്, ജാപ്പനീസ്, കന്നഡ, കാശ്മീരി, ഖാസി തുടങ്ങിയ ലാംഗ്വേജുകളുണ്ട്. ഈ പ്രോഗ്രാമുകളുടെയൊക്കെ പ്രത്യേകത ഇതൊക്കെ ഈ പെർട്ടിക്കുലർ ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക. മലയാളം അടക്കമുള്ള ലാംഗ്വേജുകളുടെ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ കൂടാതെ സയൻസ് പ്രോഗ്രാംസ് ഉണ്ട്. അഗ്രികൾച്ചറൽ സയൻസ്, അഗ്രോ ഫോറസ്ട്രി തുടങ്ങിയ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ക്രിമിനോളജി, എൻവയോൺമെന്റൽ സയൻസ്, ഫുഡ് സയൻസ്, ജിയോ ഫിസിക്സ്, ഹോർട്ടിക്കൾച്ചർ, ലൈഫ് സയൻസ്, മെറ്റീരിയൽ സയൻസ്, മാത്തമാറ്റിക്സ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, അതുപോലെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി, പ്ലാന്റ് ബയോടെക്നോളജി, ഫിസിക്സ്, അനിമൽ സയൻസ് തുടങ്ങിയ പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റീസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി, ആന്ത്രോപോളജി, അപ്ലൈഡ് ആർട്സ് ആൻഡ് എസ്തറ്റിക്സ്, ഡാൻസ്, ഡെവലപ്മെൻറ്റ്, ഹിസ്റ്ററി ഓഫ് ആർട്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ്, സോഷ്യോളജി, ടെക്സ്റ്റൈൽ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സുകളിൽ നിങ്ങൾ എയിം ചെയ്യുന്ന
സബ്ജക്റ്റ് അല്ലെങ്കിൽ കോഴ്സ് ഏതാണോ അതിനനുസരിച്ചുള്ള പേപ്പേഴ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് എക്സാമിന് വേണ്ടിയിട്ട്. അതുപോലെ എംടെക്കിന് പ്രോഗ്രാംസ് ഉണ്ട്, എംടെക് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ സാൻസ്ക്രിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആചാര്യ കോഴ്സ്, ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അങ്ങനെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പല കോഴ്സുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് കോഴ്സാണോ PGക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള എന്ത് ചെയ്യുക, പേപ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റീസ് ആണ് നമുക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ സിറ്റീസിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട്, ആലപ്പുഴ, എറണാകുളം തുടങ്ങി ഇത്രയും ജില്ലകളിൽ നമുക്ക് എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഏതെങ്കിലും സിറ്റീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. 4 സിറ്റീസ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റിയിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ദൂരെയൊന്നും നമുക്ക് വേറെ സ്റ്റേറ്റുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഓരോ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അത് ലഭിക്കും കേട്ടോ. അത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മൾ ഈ എക്സാമിനേഷൻ ഫീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ് ടു 2 പേപ്പേഴ്സിന് ജനറൽ കാറ്റഗറിക്ക് 1400 വരുന്നത്. ഓരോ അഡീഷണൽ പേപ്പേഴ്സിനും 700 റുപ്പീസ് വരും. OBC EWS കാൻഡിഡേറ്റ്സിന് അപ് ടു 2 പേപ്പേഴ്സിന് 1200 ആണ് വരുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ പേപ്പേഴ്സിന് 600 ആണ്. SC ST തേർഡ് ജെൻഡർ കാറ്റഗറിക്ക് 1100 ആണ്. അതുപോലെ അഡീഷണൽ പേപ്പേഴ്സിന് 600 ആണ്. PWD കാൻഡിഡേറ്റ്സിന് 1000 ആണ്. അഡീഷണൽ പേപ്പേഴ്സിന് 600 ആണ്. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളാണെങ്കിൽ 7000 റുപ്പീസ് ആണ് അപ് ടു 2 പേപ്പേഴ്സിന്റെ ഫീ വരുന്നത്. അഡീഷണൽ പേപ്പേഴ്സിന് 3500 ആണ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് exams.nta.nic.in CUET-PG എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. രജിസ്ട്രേഷന് ആദ്യം പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അതുപോലെ എക്സാം സിറ്റീസ് ചൂസ് ചെയ്യാം. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഫീ പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റ് ഓൺലൈനായിട്ട് UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീ പേ ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിലവിൽ വന്ന ഡേറ്റ് 14th December 2025 മുതൽ 14th January 2026 വരെയായിരുന്നു ആപ്ലിക്കേഷൻ ഡേറ്റ്. ബട്ട് അത് 20th January വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 20th January വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് 2 ദിവസം അതിന് കറക്ഷൻ ഉണ്ടായിരിക്കും. കറക്ഷനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് എക്സാം വരുന്നത് മാർച്ച് 2026 മാർച്ച് 2026 എക്സാം വരിക. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരും, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും. അതുപോലെ ഇതിൽ സ്കോർ കൺസിഡർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ, വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ പലതും ഈ സ്കോർ ഉപയോഗിച്ച്